ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹാരിസിനെ കുറിച്ച് തന്നെയാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 30-ാം തീയതി ഈ കേസ് ബെയിൽ കേസിനെ കുറിച്ച് പറയുകയാണ്. ബെയിൽ കേസ് മാറ്റിവെച്ചിരുന്നത് 4/12 ഇന്നത്തേക്കായിരുന്നു. അപ്പോൾ അന്ന് ഇവരുടെ വക്കീൽ തന്നെയാണ് മാറ്റിയിരിക്കുന്നത് നിന്ന് ഇനി അത് തർക്കമില്ലാത്ത വിഷയമാണ്. ഇവരുടെ വക്കീൽ തന്നെയാണ് അത് 4-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആരാണ് മാറ്റിയിരിക്കുന്നത് എന്നുള്ള ചോദ്യം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ഇവരുടെ അഡ്വക്കേറ്റ് തന്നെയാണ് മാറ്റിയിരിക്കുന്നത് എന്നാണ്. എന്ത് അവസ്ഥയാണല്ലേ. അപ്പോൾ ഇവർ ചോദിക്കുന്ന പൈസ കൊടുത്തിട്ട് ഇവർ തന്നെ കേസ് മാറ്റി വെച്ചിരിക്കുന്നു. എന്നിട്ട് കേസ് മാറ്റിയത് അടുത്ത മാസത്തേക്ക് മാറ്റിയിരിക്കുന്നു, അടുത്ത വർഷത്തേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പോൾ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ എൻ്റെ ബെഞ്ചിലാണ് ഈ ഒരു കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ 137 നമ്പർ. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാണ്, കേസ് എടുത്ത പാട് തന്നെ ഇവരുടെ അഡ്വക്കേറ്റ് കേസ് മാറ്റിവെക്കണം, അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും 9/12/2024 മാറ്റിവെച്ചു. പക്ഷേങ്കിൽ അതിന് ശേഷം ഇവർ പറഞ്ഞു കാണും, ഇവർ ജഡ്ജിയെ ചേംബറിൽ പോയി പറഞ്ഞു കാണും, ഇത് അടുത്ത വർഷത്തിലേക്ക് മാറ്റിവെക്കണം എന്ന് പറഞ്ഞു കാണും. അങ്ങനെയാണ് കേസ് 6/1/2025 മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ്. 14/1/2025 മറ്റൊരു കേസും കൂടി ഹൈറേഞ്ചിൻ്റെതായിട്ടുണ്ട്. അതങ്ങ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഫ്രീസ് ചെയ്തതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ട്രിബ്യൂണലിൽ ഉള്ള കേസാണ് 14/1/2025. അപ്പോൾ 21/12/2024 വരെ അല്ലെങ്കിൽ ബെയിൽ കിട്ടാതെ കസ്റ്റഡി അവിടെ കിടക്കുകയാണ്. എന്തായാലും 21/12/2024 വീണ്ടും ഇവരുടെ കസ്റ്റഡി, പ്രതാപിൻ്റെ കസ്റ്റഡി നീട്ടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാര്യം ഓർക്കാനുള്ളത്, ഇവരുടെ വക്കീലാണ് ഇവരുടെ ബെയിൽ ആപ്ലിക്കേഷൻ മാറ്റിയിരിക്കുന്നതെന്നാണ്. ഭയങ്കരം തന്നെ. ഇവരെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമല്ലോ.